Friends, today we are discussing about one of the important topics of research methodology, that is about research and the types with healthcare examples. Research is a systematic, organized, and careful process of inquiry aimed at discovering new knowledge, verifying existing facts, or resolving specific problems. റിസർച്ച് എന്ന ടേം ഒറിജിനേറ്റ് ചെയ്തത് ഒരു ഫ്രഞ്ച് വേർഡ് റിസർച്ചർ എന്ന വേർഡിൽ നിന്നാണ്. ദിസ് മീൻസ് ടു സെർച്ച് ക്ലോസ്ലി. ദിസ് ഹൈലൈറ്റ് ദാറ്റ് റിസർച്ച് ഇൻവോൾവ്സ് റിപ്പീറ്റഡ് thorough searching for truth through evidence-based investigations. Do you know, research may vary from project to project depending on time, place, and context, but all research shares a common foundation and follows broadly similar steps. അതുകൊണ്ട് റിസർച്ച് നമ്മളൊരു ഗസ് വർക്കായിട്ടല്ല, അത് ഇതിനൊരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു വെൽ ഡിഫൈൻഡ് പർപ്പസ് ആയിരിക്കും. അതിൽ സ്മാർട്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു ഹൈപ്പോത്തസിസ്, ടെൻറ്റേറ്റീവ് എസംഷൻ ടു ബി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എസംഷൻ ഉണ്ടായിരിക്കും. അതിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ഏത് റിസർച്ച് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്, എൻ്റെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ ആ റിസർച്ച് ഡിസൈനിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ബ്രോഡ്ലി പറയാം, ദർ വിൽ ബി എ റിസർച്ച് പ്രോബ്ലം, നമ്മൾ ഡാറ്റ ആയിട്ട് പോകുന്നു, പിന്നെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആക്ച്വലി ദ എൻ്റയർ റിസർച്ച് പ്രോസസ് മൂവ് ഫ്രം ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ടു പ്രസൻറ്റിങ് ദ ഫൈൻഡിങ് ത്രൂ 11 സ്ട്രക്ചേർഡ് സ്റ്റെപ്സ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ഇടാം. എനിവേ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ് ഏതൊക്കെയാണ് 11 സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്നുള്ളത്. ഫസ്റ്റ്ലി ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ദ ഫോർമുലേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം, ദെൻ ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ. അപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട് വായിച്ച് മനസ്സിലാക്കണേനെയാണ്. അതിനുശേഷം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യും, ദെൻ റിസർച്ച് ഡിസൈൻ ചെയ്യുന്നു, സാമ്പിൾ എന്താണെന്ന് ഡിസൈൻ ചെയ്യുന്നു. സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ, ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ പോപ്പുലേഷൻ ദറ്റ് വി യൂസ് ഫോർ ടെസ്റ്റിംഗ്, അതിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ്. ദെൻ നമ്മൾ ഡാറ്റ വെച്ച് പോവുകയാണ്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യണം, അതിനുശേഷം പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ദെൻ ഡാറ്റ അനലൈസ് ചെയ്യണം. ഫൈനലി കൺക്ലൂഷൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ദ റിപ്പോർട്ട് റൈറ്റിംഗ്. So today in healthcare, research is essential for improving the patient care, advancing medical knowledge and solving real world clinical issues or public health issues. So research ഇന്നത്തെ കാലത്തും ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന. എല്ലാ എക്സാമ്പിൾസും ഹെൽത്ത് കെയറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വിക്ക് റിസർച്ച് ഫാക്ട്സിലൂടെ കടന്നു പോകാം. ഡിഡ് യു നോ ദാറ്റ് ദ ഫസ്റ്റ് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു 1036 years ബാക്ക് ആണ് നടന്നത്. അത് പേഷ്യൻ്റ് സയൻറ്റിസ്റ്റ് അൽ ഹേസൻ 10th അല്ലെങ്കിൽ 11th century 10th century എന്ന് പറയുമ്പോൾ ഒരു 990s അതിലായിരുന്നു. ഹി യൂസ്ഡ് ലൈറ്റ് റേസ് എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ഹൗ വിഷൻ വർക്ക്സ്. ഓഫൺ സീസ് as it is seen as one of the earliest example of controlled scientific experiment. അപ്പോൾ അത്രയും പണ്ട് നമ്മുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയണത്. കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്, അതായത് ഫസ്റ്റ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് എന്ന് തന്നെ അൽ ഹസൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് അറിയപ്പെടുന്നു. അതിനുശേഷം 1665 ദ ഫസ്റ്റ് സയൻറ്റിഫിക് ജേർണൽ പബ്ലിഷ് ആവുകയാണ്. അതിൻ്റെ പേരാണ് ഫിലോസഫിക്കൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ റോയൽ സൊസൈറ്റി. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് ജേർണൽസ് ഡിവോട്ടഡ് ടു സയൻസ്, ക്രിയേറ്റിംഗ് ദ മോഡൽ ഫോർ പബ്ലിഷിംഗ് റിസർച്ച് ആർട്ടിക്കിൾസ്. സോ അതിന് ശേഷമാണ് കാര്യമായിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നതും അതും ഹൈ ഇമ്പാക്റ്റ് ജേർണൽസ് ഉണ്ടാവലും ഒക്കെ. പിന്നീട് മോഡേൺ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് പി വാല്യൂ
പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 1920s ദ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള റൊണാൾഡ് ഫിഷർ ഡെവലപ്പ് ചെയ്തതാണ് ഫോർമൽ ഫ്രെയിംവർക്ക് ഫോർ ദ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് ഹി പോപ്പുലറൈസ്ഡ് ദ പി വാല്യൂ. ആരാണത്? റൊണാൾഡ് ഫിഷർ ആണ് പി വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചത്, വിച്ച് ഈസ് സ്റ്റിൽ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ച് ടുഡേ. സോ ഇപ്പോഴും നമ്മൾ പ്രബല്യത്തിലുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു 1920s റൊണാൾഡ് ഫിഷർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പി വാല്യൂ സിസ്റ്റംസൊക്കെ. സോ ബിഫോർ ഗോയിങ് ടു ദ ടൈപ്സ്, നമുക്ക് എന്താണ് ഇവിടെ റിസർച്ചിൻ്റെ റെലവൻസ് ഇൻ ഹെൽത്ത് കെയർ നോക്കാം. ഡോക്ടേഴ്സിനും നഴ്സസിനും അതുപോലെ റിസർച്ചേഴ്സിനും ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ പേഷ്യൻറ്റ് കെയർ, ഇറ്റ് ക്യാൻ ഡിസ്കവർ ന്യൂ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് സോൾവ് ദ റിയൽ ഹോസ്പിറ്റൽ പ്രോബ്ലംസ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ദിസ് ഈസ് ഫോർ സ്റ്റുഡൻസ്. ഹൗ മെനി ടൈപ്പ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ഉണ്ടെന്ന് വെച്ചാൽ ദർ ആർ സെവറൽ വേയ്സ്, ബട്ട് ഞാനിവിടെ ഓൺലി ദ മോസ്റ്റ് കോമൺ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ടു ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. സോ ഫസ്റ്റ് വൺ ഈസ് the basic versus applied research. The basic research is also called as pure research or fundamental research. ഇത് ഉണ്ടാവുന്നത് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇൻക്യൂസിറ്റീവ്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. എപ്പോഴും അത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്യുവർ റിസർച്ച് നടത്തണം അങ്ങനെയില്ല. പ്രോബ്ലം ഉണ്ടാവാതിരിക്കാം. എപ്പോഴും ഒരു എക്സ്റ്റൻഷൻ ഓഫ് നോളജ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്യുവർ റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ തിയറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ റിഫൈൻമെൻറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് തിയറി. ഇതിലേതെങ്കിലും ഒന്നാണ് പ്യുവർ റിസർച്ചിൻ്റെ ഫൈനൽ ഔട്ട്കം. ഐദർ ഇറ്റ് ക്യാൻ ഡിസ്കവർ എ ന്യൂ തിയറി ഓർ ദ റിഫൈൻമെൻറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് തിയറി. എക്സാമ്പിൾ, സ്റ്റഡിയിങ് ദ മോളിക്യുലർ മെക്കാനിസം ഓഫ് ഹൗ ദ SARS-CoV-2 virus replicate inside human cells to understand more about the viral biology. This is completely a pure science, അല്ലേ? മോളിക്യുലർ മെഡിസിൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു എക്സാമ്പിൾ. സോ വെരി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോളജ് നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി നടത്തുന്നത്. നമ്മൾ പ്യുവർ റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയും. ഇനി അപ്ലൈഡ് റിസർച്ച് ആണെങ്കിലോ, ഇവിടെ നമ്മൾ പ്യുവർ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ നോളജ് യൂസ് ചെയ്തിട്ട് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്ലൈഡ് റിസർച്ച് ഈസ് ക്യാരിഡ് ഓൺ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ടു എ റിയൽ ലൈഫ് പ്രോബ്ലം റിക്വയറിംഗ് an action or policy decisions. Thus, the problem oriented, it is action directed, so it seeks an immediate and practical result. Example, developing and testing a new COVID-19 vaccine based on prior basic research on mRNA technology. mRNA technology ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ പ്യുവർ റിസർച്ച്, ആൻഡ് ബൈ ദറ്റ് പ്യുവർ റിസർച്ച് mRNA ടെക്നോളജീൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് ടെസ്റ്റിംഗ് എ ന്യൂ COVID-19 വാക്സിൻ. ഓക്കെ, വാക്സിൻ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്ലൈഡ് റിസർച്ച്. അതിൻ്റെ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ പ്യുവർ സയൻസ് ആയിട്ടുള്ള mRNA സ്റ്റഡിയൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മുടെ പ്രോബ്ലം ആയിട്ട് എടുത്തത് COVID-19 ആണ്. ടു സോൾവിങ് ദറ്റ് പ്രോബ്ലം, ഓക്കെ, COVID-19 കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ അപ്ലൈഡ് റിസർച്ച് ആയിട്ടുള്ള വാക്സിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു റിസർച്ച് ഐഡിയ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇറ്റ് ഈസ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൗ മച്ച്. സോ ദർ ഇസ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ദിസ് ഇൻക്വയറി. സ്ട്രക്ചേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയേഴ്സും എല്ലാ ഒബ്ജക്റ്റീവ്സും ദ ഡിസൈൻ, സാമ്പിൾസ് ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ടു ദ റെസ്പോണ്ടൻറ്റ്, എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ആൻഡ് സ്ട്രക്ചേർഡ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു പ്രാധാന്യം. ദെൻ ഒരു ഫിനോമിന അല്ലെങ്കിൽ എ പ്രോബ്ലം, അതല്ലെങ്കിൽ ഒരു ഇഷ്യൂ, അത് എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു, ടു ഡിറ്റർമൈൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ പ്രോബ്ലം, ഇഷ്യൂ ഓർ എ ഫിനോമിന, ഇതിന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ് ഉപയോഗപ്പെടുത്തുന്നത്. എക്സാമ്പിൾ എന്തായിരിക്കും നോക്കാം.
A survey of 500 diabetic patients in Kerala measuring HbA1c അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എനിത്തിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ന്യൂ ഇൻസുലിൻ പ്രോട്ടോകോൾ അനലൈസിങ് യൂസിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എക്സാമ്പിൾ പി വാല്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള പി വാല്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ഫ്രം ദ എക്സ്പീരിയൻസസ് ആൻഡ് ഇറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഓൾസോ ഡൂയിങ് ത്രൂ ആസ്കിങ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ദെയർ ഫീലിങ്സ്. സോ ഇറ്റ് ഈസ് ടോട്ടലി അൺസ്ട്രക്ചേർഡ് അപ്രോച്ചാണ്. പിന്നെ ഇത് ടോട്ടലി ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ഇതിൽ നിന്ന് നമ്മൾ ഈ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുക ആ പ്രോബ്ലത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ആ ഇഷ്യൂ അല്ലെങ്കിൽ ഫിനോമിനോൻ്റെ നേച്ചറാണ് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നപ്പോൾ പ്രോബ്ലം ദാറ്റ് ഇഷ്യൂ ഓർ എ ഫിനോമിനൻ്റെ ദ എക്സ്റ്റെൻ്റാണ് എന്തോരം വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതിൻ്റെ ആ ക്വാണ്ടിറ്റിയാണ് മനസ്സിലാക്കുന്നത് എക്സ്റ്റെൻറ്റ്. ഇന്ന് ഇവിടെയാണെങ്കിൽ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം, നേച്ചർ ഓഫ് ദ ഇഷ്യൂ ഓർ നേച്ചർ ഓഫ് ദ ഫിനോമിന മനസ്സിലാക്കാനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും വേണം, എന്നാലും കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് നടത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ചിൻ്റെ ക്വാളിറ്റി തന്നെ കുറയും. ഒരു എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവിനെ പറയുകയാണെങ്കിൽ ഒരു ഇൻഡെപ്ത് ഇൻ്റർവ്യൂ വിത്ത് ക്യാൻസർ പേഷ്യൻസ് അറ്റ് എനി ഹോസ്പിറ്റൽ ടു അണ്ടർസ്റ്റാൻഡ് their emotional experiences during the chemotherapy. ഇതൊരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് അല്ല. നമുക്ക് ആ ഇമോഷണൽ എക്സ്പീരിയൻസൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ വഴി ചോദിച്ച് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആണ് ചെക്ക് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടല്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. അടുത്ത ടൈപ്പാണ് എക്സ്പെരിമെൻ്റൽ വേഴ്സസ് നോൺ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ the researcher controls variables and it establishing the cause and effect. വേരിയബിൾസിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വേരിയബിൾസ്? എക്സ്പെരിമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ എ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ testing a new anti-hypertensive drug versus placebo in hypertension patients to measure the reduction in blood pressure. അതായത് ഒരു പ്ലേസബോൻ്റെ പകരം ഇവിടെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന പ്ലേസബോ ഡ്രഗ്സ് ഉണ്ടാവുമല്ലോ. എന്താ പ്ലേസബോ എന്ന് പറഞ്ഞാൽ അതായത് എ മെഡിസിൻ ഓർ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് പ്യൂർലി ഫോർ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് റദർ ദാൻ എനി ഫിസിയോളജിക്കൽ എഫക്റ്റ്. അതായത് പണ്ട് സെക്കൻഡ് വേൾഡ് വാറിലെ സോൾജേഴ്സിന് ഉപ്പുവെള്ളം അവർക്കൊരു പെയിൻ കില്ലർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയണ്ടായിരുന്നില്ല അത് ഉപ്പുവെള്ളമാണെന്ന്. പക്ഷേ അതവർ പെയിൻ കില്ലർ ആണെന്ന് വിചാരിച്ചിട്ട് കുടിച്ചപ്പോൾ അവർക്ക് വേദന കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഹൈപ്പർ ടെൻഷൻ്റെ ഡ്രഗ്സ് ഉണ്ടാവുമല്ലോ, പ്ലേസബോ ഡ്രഗ്സ്, അതിനെ വേഴ്സസ് ദറ്റ് പ്ലേസബോ വേഴ്സസ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സിന് നമ്മൾ ഈ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ടെസ്റ്റിംഗ് നടത്തുവാണ്. എന്നിട്ട് ബ്ലഡ് പ്രഷർ എന്തോരം കുറഞ്ഞു ഈ ഒറിജിനൽ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് പ്ലേസബോക്കാളും ഇത്രമാത്രം മെച്ചമുണ്ട് എന്ന് നമ്മൾ കൺട്രോൾ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കുക. എന്താണ് ഇവിടുത്തെ കൺട്രോള്? ഗ്രൂപ്പ് ഓഫ് ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് ഹു റിസീവ് ദ പ്ലേസബോ ഡ്രഗ് അല്ലെങ്കിൽ ആ ഇനേർട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസാണ് ഇവിടുത്തെ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ വെച്ചിട്ട് നമ്മുടെ ന്യൂ ഡ്രഗ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ് എന്തോരം എഫക്റ്റ് എക്സ്ട്രാ കാണിക്കുന്നുണ്ട് നോക്കുകയാണ് ഇവിടെ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നോൺ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷണൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്നിനും ഇൻ്റർവെൻഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നിനും കൺട്രോൾ ചെയ്യുന്നില്ല. ഒരു റിയൽ വേൾഡ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ കൊഹോർട്ട് സ്റ്റഡീസില്ലേ, ഫോളോവിങ് സ്മോക്കേഴ്സ് ആൻഡ് നോൺ സ്മോക്കേഴ്സ് ഓവർ 10 years ടു ഒബ്സർവ് ദ ഇൻസിഡൻസ് ഓഫ് ലങ് ക്യാൻസർ. ഇത് ഒരു ഒബ്സർവേഷണൽ റിസർച്ചാണ്, അല്ലെങ്കിൽ കൊഹോർട്ട് സ്റ്റഡീസ് അല്ലാതും ഒബ്സർവേഷണൽ അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. നമ്മൾ നോക്കി പഠിക്കുക അവരെ, പക്ഷേ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. ഇത് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനാലിറ്റിക്കൽ.
ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ കോഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണ് നടന്നത് എന്നുള്ളത് എക്സ്പ്ലനേഷൻ ഇല്ല. കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പാറ്റേൺ ഓർ പ്രിവലൻസ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇറ്റ് ഈസ് ഫാക്ട് ഫൈൻഡിങ്. കൂടുതലും ഫാക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ആ ഫാക്റ്റിൻ്റെ റീസൺ കണ്ടുപിടിക്കുന്നില്ല. ഇറ്റ്സ് എ മോസ്റ്റ് സിംപ്ലസ്റ്റ് ടൈപ്പ് ആൻഡ് മോർ സ്പെസിഫിക് ദാൻ ദ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി. കാരണം എന്താ, ഇറ്റ് ഫോക്കസ് ഓൺ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓർ ഡയമെൻഷൻ ഓഫ് ദ പ്രോബ്ലം സ്റ്റഡീഡ്. ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷണൽ റിസർച്ച് വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിങ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ക്വസ്റ്റ്യനെയർസ് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കൂടുതലവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ്, പാറ്റേൺ ആൻഡ് പ്രിവലൻസ് ആണ് മെയിൻ ഫോക്കസ്. സോ എക്സാമ്പിൾ, എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി ഡിസ്ക്രൈബിംഗ് ദ പ്രിവലൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എമോങ് അഡൾട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബേസ്ഡ് ഓൺ ഓൾ ഏജ്, ജെൻഡർ അല്ലെങ്കിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ബേസിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഡയമെൻഷനിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എടുത്തു, അതിലെ അഡൾട്ട്, അപ്പോൾ ഒരു ഏജ് വഴി അല്ലെങ്കിൽ ജെൻഡർ വൈസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിൽ ഇത്തരം റിസർച്ച് നടത്താം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ കോറിലേഷണൽ, എക്സ്പ്ലനേറ്ററി ഒക്കെ വരും. ഇവിടെ എക്സ്പ്ലെയിനിങ് ദ റിലേഷൻഷിപ്സ് ആൻഡ് ഓൾസോ ഐഡൻറ്റിഫൈങ് ദ കോസ്. ഡിസ്ക്രിപ്റ്റീവിലെ ഫാക്ട്സ് മാത്രമുള്ള ഫാക്ട്സിൻ്റെ റീസൺ ഉണ്ടായിരുന്നില്ല. അനലിറ്റിക്കൽ റീസൺ ഫൈൻഡിങ്സ്, ലോജിക്കൽ എങ്ങനെയാണെന്ന് വരണേന്നൊക്കെ നോക്കലാണ് അനലിറ്റിക്കൽ. കോറിലേഷണൽ റിസർച്ച് ആണല്ലോ അതിൻ്റെ അണ്ടറിൽ വരണ ഒന്ന്. ഇറ്റ് ഫൈൻഡിങ് ഔട്ട് ദ റിലേഷൻഷിപ്പ് in any association or any interdependence ഉണ്ടോ നോക്കലാണ് കോറിലേഷണൽ റിസർച്ച്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്ട്രെസ് ആൻഡ് സൂയിസൈഡ്, അല്ലെങ്കിൽ അസോസിയേഷൻ ബിറ്റ്വീൻ ഒബസിറ്റി ആൻഡ് ഡയബറ്റീസ്. ഇങ്ങനത്തെ ആണ് ഇവിടെ എക്സാമ്പിൾ വരിക. പിന്നെ എക്സ്പ്ലനേറ്ററി ആണെങ്കിൽ റിലേഷൻഷിപ്സ് ആർ ഫോമിങ്. മെയിൻ എയിം എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ വൈ എ റിലേഷൻഷിപ്പ് ഓർ അസോസിയേഷൻ ഓർ ഇന്റർഡിപെൻഡൻസ് ഈസ് എക്സിസ്റ്റ് ആൻഡ് വൈ എ പർട്ടിക്കുലർ ഇവൻറ്റ് ഇസ് ഒക്കേഴ്സ്. Example, why does the stress result in suicide? Why do people use some product and not others? Why does obesity lead to diabetes? അപ്പോൾ ഈ കോറിലേഷനും എക്സ്പ്ലനേറ്ററിയും കൂടിയിട്ട് അനലിറ്റിക്കൽ റിസർച്ചിൽ നമ്മളെങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയാം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇഫ് ഒബസിറ്റി ഈസ് കാഷ്വലി ലിങ്ക്ഡ് ടു ടൈപ്പ് 2 ഡയബറ്റീസ് ബൈ അനലൈസിങ് ദ റിസ്ക് ഫാക്ടേഴ്സ്, കൺഫൗണ്ടേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ. എക്സാമ്പിൾ, ഒരു സ്റ്റഡി ഈ ഷിപ്പ് ബിൽഡിംഗ് വർക്കേഴ്സിലെ ലങ് ക്യാൻസർ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലങ് ക്യാൻസറിന് വേറെ റീസൺസ് ഉണ്ട്. ഷിപ്പ് ബിൽഡിംഗ് വർക്കേഴ്സിലെ പൊല്യൂഷൻ കൊണ്ട് മാത്രമാവണമെന്നില്ലല്ലോ, സ്മോക്കേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഷിപ്പ് ബിൽഡിങ്ങിലത്തെ ആൾക്കാർക്ക് സ്മോക്ക് ചെയ്യാം. അതുപോലെ ലങ് ക്യാൻസർ ആയിട്ടും സ്മോക്കിംഗ് റിലേറ്റഡ് ആണ്. അപ്പോൾ രണ്ടിനും റിലേറ്റ് ചെയ്തിരിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ കൺഫൗണ്ടർ എന്ന് പറയും. എ കൺഫൗണ്ടർ ഈസ് എ ഫാക്ടർ that is also a kind of exposure by itself, ബട്ട് നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡിയിൽ അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് റിലേറ്റഡ് ടു ദറ്റ് കൈൻഡ് ഓഫ് ഡിസീസ്. ഇപ്പോൾ ലങ് ക്യാൻസറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയിൽ ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ അതിനെ കൺട്രോളായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡിയുടെ റിസൾട്ട് തെറ്റായിപ്പോവും. കാരണം നമ്മളിവിടെ എടുത്തോണം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്റ്റഡി ഞാൻ കൺഫൗണ്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കൺഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഫാക്ടർ ദാറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റഡിയിൽ എടുക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ അത് എടുത്തിട്ടില്ലെങ്കിൽ ആ റിസൾട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റഡി ഇങ്ങനെയാണ്. ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള ലങ് ക്യാൻസർ. അപ്പോൾ ലങ് ക്യാൻസർ ക്യാൻ കോസ് ബൈ മെനി റീസൺ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൺഫൗണ്ടറായിട്ടൊരു കൺട്രോൾ പോലെ എടുക്കണം. അത്ര അടുത്തതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി നീഡ്സ് മനസ്സിലാക്കാനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എസ്പെഷ്യലി ഒരു റിസർച്ച് സ്റ്റഡിയുടെ ഏറ്റവും ബിഗിനിങ്ങിൽ വാട്ട് മൈറ്റ് ബി ഹാപ്പനിങ് എന്നൊക്കെ പറയില്ലേ, ഏർലി സ്റ്റേജ് ഓഫ് റിസർച്ചിലാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഏർലി സ്റ്റേജിൽ it is very much flexible and open-ended research.
ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ലിറ്റിൽ ഈസ് നോൺ അബൌട്ട് എ ടോപ്പിക് ഇറ്റ് ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ഹൈപ്പോത്തസിസ് ഫോർ ഫർദർ സ്റ്റഡി. ആ ഒരു കാര്യത്തെപ്പറ്റി വളരെ കുറവ് അറിവാണ് ഇപ്പോൾ നിലവിലുള്ളൂ. നമ്മൾ മാക്സിമം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് ശേഷം നമുക്ക് അധികം നോളജ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കണ്ടക്റ്റഡ് ടു ഡെവലപ്പ് ഓർ റിഫൈൻ ആൻഡ് ഓർ ടെസ്റ്റ് മെഷർമെൻറ്റ് ടൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്ക് ഓൾറെഡി ഉള്ള റിസർച്ചിനെ കൂടുതൽ റിഫൈൻ ചെയ്യാനും അതുപയോഗിച്ചിട്ട് മറ്റ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയേഴ്സ് ആ ഒരു റിസൾട്ട് വെച്ച് നമ്മുടെ ഉള്ള റിസർച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ പ്രൊസീജിയേഴ്സൊക്കെ കണ്ടുപിടിക്കുക, അതിന്ന് അങ്ങനെ പുതിയ മെഷർമെൻറ്റ് ടൂൾസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കണ്ടക്റ്റഡ് ടു ഡെവലപ്പ് ഓർ റിഫൈൻ ആൻഡ് ഓർ ടെസ്റ്റ് മെഷർമെൻറ്റ് ടൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കമ്മ്യൂണിറ്റി നീഡ്സ് എന്താണെന്ന് ഇവിടെ വഴി എക്സ്പ്ലോർ ചെയ്ത് ഈ റിസർച്ച് നടത്തും. വെൻ ദർ ഈസ് വെരി ലിറ്റിൽ നോളജ് ഓർ ആ ഒരു ഏരിയയിൽ വളരെ കുറവ് അറിവ് മാത്രമേ ഉള്ളുവെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കമ്മ്യൂണിറ്റി നീഡ്സ് മനസ്സിലാക്കാൻ ഈ ഒരു റിസർച്ച് സഹായിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയക്കെതിരെ വർക്ക് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്. പിന്നെ അത് വേറെ ഏതെല്ലാം ബാക്ടീരിയകൾക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാം എന്ന് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ഡ്രഗിനെ പറ്റി കൂടുതൽ പഠിക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇത് വേറൊരു കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലോറിങ് ദ ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ റൂറൽ വുമൺ ഇൻ കേരള ഇൻ അസസിങ് ദ ഹെൽത്ത് കെയർ സർവീസസ്. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു എക്സ്പ്ലോർ ചെയ്യുക അവരുടെ റൂറൽ വുമൻസിന് ഇപ്പോൾ ഹെൽത്ത് കെയർ സർവീസ് എന്തോരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നു. അവരുടെ ബാരിയേഴ്സ് മനസ്സിലാക്കിയെടുക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വഴിയായിട്ട് ബാരിയേഴ്സ് മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് എക്സാമ്പിളാണ്. ഇത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ ഹെൽത്ത് കെയർ സ്റ്റഡീസിന് ഈ എല്ലാ റിസർച്ചിൻ്റെയും ഒരു ഓവർലാപ്പ് അല്ലെങ്കിൽ മിക്സ് നമുക്ക് കാണാൻ പറ്റും. കമ്പൈനിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് സർവേസ്, ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ദ ചോയ്സ് ഓഫ് ടൈപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസർച്ച് പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ആൻഡ് അവൈലബിൾ റിസോഴ്സസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് സഹായിക്കാം.